ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മാങ്ങാ ചമ്മന്തിയാണ്. ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു പച്ചമാങ്ങ ചമ്മന്തിയാണ് ഇത്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻ്റ് ഇടുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പച്ചമാങ്ങ കൊണ്ടുള്ള ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ചമ്മന്തിക്കായിട്ട് ഞാൻ നല്ല പുളിയുള്ള ഒരു ചെറിയ പച്ചമാങ്ങ ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. മാങ്ങ എല്ലാം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവുള്ള 4 വറ്റൽ മുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 കഷ്ണം ചുവന്നുള്ളിയും കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം അരച്ചെടുത്ത് കൊണ്ടുവരാം. മാങ്ങായും മുളകുമെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചിരവിയ തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ചമ്മന്തിക്ക് നല്ലൊരു കളർ കിട്ടും. അതിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരാം. ചമ്മന്തി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാതെ കുറച്ച് തരിവരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ. അങ്ങനെ അരയ്ക്കുന്ന ചമ്മന്തിയാണ് കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ. നമ്മുടെ ചമ്മന്തി ഇപ്പം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ചേർക്കാതാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. പൊതിച്ചോറിനൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് ഇത്. കൂട്ടത്തിൽ ഒരു മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഈ മാങ്ങാ ചമ്മന്തി. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണം കേട്ടോ. വറ്റൽമുളകും ചുവന്നുള്ളിയും പച്ചമാങ്ങായും തേങ്ങയും ഒക്കെ ചേർത്ത് അരച്ചിരിക്കുന്ന ഈ മാങ്ങാ ചമ്മന്തിക്ക് വളരെ ടേസ്റ്റാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.